ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇനി കിണ്ണത്തപ്പം തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ ഒരു കപ്പ് നമ്മൾ നെയ്സ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സെയിം അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനിരട്ടിയായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 2 കപ്പാണ്. ഓരോരോ പൊടിക്കനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ തേങ്ങാപ്പാലിൻ്റെ അളവ്. അങ്ങനെ 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് മിക്സിയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് 1 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. മാത്രമല്ല നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെയും കിണ്ണത്തപ്പം തയ്യാറാക്കാം കേട്ടോ. പക്ഷേ ഒന്നും കൂടെ കുറച്ച് സമയം എളുപ്പമായി തോന്നുന്നത് ഈ ഒരു രീതിയിലാണ്. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ ഇതാ അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ക്യുമൻ സീഡ് ചേർത്ത് കൊടുക്കണം. അതായത് ചെറിയ ജീരകം ചേർക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ചെറിയ ജീരകം ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ മിക്സാക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇതിലോട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററി ഇരിക്കുന്നത്. നന്നായിട്ട് തിക്കുമല്ല, നല്ലപോലെ ലൂസും അല്ല കേട്ടോ. ഇനി ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് എണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2-3 തവി ബാറ്ററി ഒഴിച്ച് കൊടുക്കുക. കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട. 2-3 തവി ബാറ്ററി ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. മക്കളിവിടെ പുറത്ത് നല്ല കളിയിലാണ്. അവരെ സൗണ്ട് നന്നായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇനി ഇത് സ്റ്റീം ചെയ്യുന്നത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് കേട്ടോ. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അങ്ങനെ ഇതാ ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തിളച്ച് വന്നതിന് ശേഷം ഇത് ആ ഒരു സ്ട്രീമറിലോട്ട് ഇതുപോലെ ഇറക്കി വെക്കുക. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് കുക്ക് ചെയ്ത് എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ തയ്യാറാകും കേട്ടോ. ഇനി ഇതൊരു ലിഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇവിടെ ഇതുപോലെ സ്റ്റീം പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഞാൻ ഒരു ഗ്രാമ്പ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 20-25 മിനിറ്റ് മാത്രം കുക്ക് ചെയ്ത് എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോഴേക്കും ഈ ഒരു കിണ്ണത്തപ്പം സ്റ്റീം ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് മറ്റൊരു കേക്ക് ടിന്നിൽ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ പ്ലേറ്റ് ആണെങ്കിൽ ആ ഒരു പ്ലേറ്റിലും ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് പ്ലേറ്റിലെടുക്കുമ്പോൾ. പക്ഷേ കൂടുതലായിട്ട് തിക്കിൽ നന്നായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കരുത്. ഒരു 2-3 തവി മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് സാവധാനം കുക്ക് ചെയ്തെടുത്താൽ മതി. ഏകദേശം 20 മിനിറ്റ് ആവുമ്പോൾ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ക്യൂവറിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം കേട്ടോ കുക്കായിട്ടില്ല എന്ന്. അപ്പോൾ ഈ സ്ക്യൂവർ ക്ലീനായിട്ട് വരികയാണെങ്കിൽ നന്നായിട്ട് കുക്കായിരിക്കും. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ മെല്ലെ ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഇളകി വരും കേട്ടോ. അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യൂല. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് വൈകുന്നേരങ്ങളിലെ ചായക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്